ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ കിച്ചൺ എപ്പോഴും വൃത്തിയായിരിക്കാനും അതുപോലെ തന്നെ ജോലികൾ പെട്ടെന്ന് എങ്ങനെ തീർക്കാം അതിനുള്ള കുറച്ച് ടിപ്സാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പായി ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണം. എന്നാലേ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റൂ. നമ്മൾ എപ്പോഴും കൗണ്ടർ ടോപ്പിൽ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം വെക്കാൻ നോക്കാം. ബാക്കിയുള്ളത് നമ്മൾ കബോർഡിൽ വെക്കണം. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് എപ്പോഴും ക്ലീൻ ആയിട്ട് തോന്നിക്കും. അതുപോലെ കാണാനും നല്ല ഭംഗിയാണ്. പാത്രങ്ങൾ കൂടി വരുന്നതിന് മുമ്പ് തന്നെ കുറച്ചായി കഴുകിയെടുക്കാൻ നോക്കണം. എടുക്കുന്ന പാത്രങ്ങൾ അപ്പോൾ തന്നെ കഴുകുകയാണെങ്കിൽ സിങ്കിൽ പാത്രങ്ങൾ കൂടില്ല. നമ്മുടെ കിച്ചണിൽ ഓരോ സാധനങ്ങളും എടുക്കുമ്പോഴും അതേ സ്ഥലത്ത് തന്നെ തിരിച്ചു വെക്കാനും നോക്കണം. അതല്ലാതെ നിരത്തി വെച്ചാൽ നമുക്ക് എടുത്തു വെക്കാനും ക്ലീൻ ചെയ്യാനും സമയമെടുക്കും. നമ്മൾ കട്ട് ചെയ്യുന്ന വെജിറ്റബിൾ വേസ്റ്റ് അതുപോലെ വെജിറ്റബിൾ പീസസ് ഒക്കെ കൗണ്ടർ ടോപ്പിൽ നേരിട്ട് ഇടാതെ ഒരു പേപ്പർ വിരിച്ച് അതിലേക്കോ അല്ലെങ്കിൽ ഒരു പാത്രം വെച്ച് അതിലേക്കോ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് വൃത്തികേടാവില്ല. നമുക്ക് ക്ലീൻ ചെയ്യുന്ന സമയവും കുറച്ച് ലാഭിക്കാം. അതുപോലെ തന്നെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വേഗം കിട്ടുന്ന സ്ഥലത്ത് വെക്കാം. അതായത് കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ കബോർഡിൽ വെക്കാൻ ശ്രമിക്കാം. ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. കൗണ്ടർ ടോപ്പും കുക്ക് റേഞ്ചൊക്കെ ക്ലീൻ ആക്കി വെക്കാം. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം അത്ര പാത്രങ്ങളൊന്നും നമുക്ക് കഴുകാനുണ്ടാവില്ല. നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് എല്ലാം ക്ലീൻ ആക്കി വെക്കുന്നത് ശീലമാക്കാം. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ കിച്ചൺ എന്നും ക്ലീൻ ആയിരിക്കും. ക്ലീനിങ് നമുക്ക് വലിയൊരു പണിയായി തോന്നില്ല. കിച്ചൺ ക്ലീൻ ആയിട്ടുണ്ടെങ്കിൽ രാവിലെ എണീച്ച് വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും. ഈ ചെറിയ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബൈ, ടേക്ക് കെയർ.